ബാക്കിൽ എന്നിട്ട് ആരോ മുട്ടുന്നുണ്ട്. ഇതെന്താ ഇനിയിപ്പോ പിടിക്കൂ നമ്മളിപ്പോ അത് പിടിക്കൂ? എൻലെസ് നൈറ്റ് മെയർസ് പ്ലേ പ്ലീസ് 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 ബ്രോ. എന്റെ നൈറ്റ് മെയർ ബ്രോ. എൻലെസ് നൈറ്റ് മേയർ ബ്രോ. എൻലെസ് നൈറ്റ് മേയർ. ഇവന്റെ പേര് ഇംഗ്ലീഷ് പ്രൊഫസർ. അടിപൊളി. വെൽക്കം ബാക്ക് ടു ഡൈപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് അന്റാർട്ടിക്ക മച്ചന്മാരെ നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ. നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ ഇതൊരു കിഡ് ഗെയിം പ്ലേ ആയിരിക്കും. കിടുക്ക് വെടിക്കെട്ട് തന്നെ അയക്കുന്നത് ഗെയിം പ്ലേ. ദിസ് ഗെയിം കണ്ടെയ്ൻ ഹൊറർ എലമെന്റ്സ്. സോ ഗൈസ് ഇപ്പൊ തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ് അങ്ങനെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൈ ഗാഡ്, ഷീന് വേറെ. ഓക്കെ സോ ഗൈസ് നമ്മൾ ഗണ്ണിൽ നിന്ന് ഉണ്ട ഊരി ഉണ്ട നോക്കി ഉണ്ട തിരിച്ചിട്ട്. മൈ ഗാഡ്, ഇത് ഷീന് വേറെ. ഓക്കെ ആരെ വീഡിയോ വയ്ക്കാൻ പോണേ മനസ്സിലായില്ല. ഇയാൾ എന്തോ ഒരു ലാഗാണിത്. നമ്മളെ തന്നെ വീഡിയോ വയ്ക്കാൻ പോണേ. വെക്കല്ലേ. ഓക്കെ എന്താ നോക്കാം നമുക്ക് പരിപാടി. പൊട്ടു വെടി പൊട്ടു. അങ്ങോട്ട് പൊട്ടിക്ക് കുമാരേട്ടാ. അയ്യേ. ഓക്കെ സ്വൺ ഗൺ ഗെയിം പ്രസന്റ്. എന്താ ഗൈസ് 8/15/2009 10 മണി. മൈ വൈഫ് ആൻഡ് ഡോട്ടർ വേർ മർഡേഡ്. ഓക്കെ സോ പുള്ളിയുടെ വൈഫും വൈഫും കുട്ടിയും മരിച്ചുപോയി. സോ അങ്ങനെ ഗൈസ് അവരുടെ ഒരു കഥയാണ്. നമ്മുടെ പേര് ഡൊഗ്ലസ്. ഫൈൻഡ് ദ മുർഡറർ. ഓക്കെ നമ്മൾ കല്യാണിനെ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ കളി. ഓക്കെ അയ്യോ അമ്പോ ഫീഡിച്ച്. സോ ഗൈസ് അങ്ങനെ നമ്മുടെ കളി ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് സിമ്പിൾ ലെവൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ നമുക്ക് അത് തന്നെ കളിക്കാം. അമ്പോ എന്താ അത് ബാമ്പോ. ഓക്കെ സോ അങ്ങനെ നമ്മൾ എണീച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഇത് ഫസ്റ്റ് വേഴ്സണാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ സംഭവം ഗ്രാഫിക്സ് ഒക്കെ കിട്ടും കേട്ടോ. 22 മണി. ഓക്കെ സോ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടൊന്നുമില്ല. ഓക്കെ നമുക്ക് കളിച്ചു നോക്കാം. ഓക്കെ അങ്ങനെ നമ്മൾ എണീച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ അത്. ഓക്കെ സോ ഗൈസ് അങ്ങനെ നമ്മുടെ ഹോം ടൂർ ഇവിടെ തുടങ്ങിയാണ് സുഹൃത്തുക്കളെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓക്കെ നല്ല റൂമാണ്. നമുക്ക് ഫാനുണ്ട്, ടി വി ഉണ്ട്, പിന്നെ ഫോട്ടോസ് ഉണ്ട്, പിന്നെ അലമാര ഉണ്ട്, എന്തൊക്കെ ഉണ്ട്. ഓക്കെ എന്താ അത്. ഓക്കെ സോ നമുക്ക് ആദ്യം എന്താണ് യൂണിഫോമിൽ എന്തോ ഉണ്ടല്ലോ. എന്താ അത്. അതെ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ ടി വി ഉണ്ട് പക്ഷെ തുറക്കാൻ പറ്റില്ല. ഓക്കെ നമുക്ക് ഡ്രോ തുറന്നു നോക്കാം. പെട്ടിക്ക് അത്ര കിണ്ടിയല്ലേ. ഓക്കെ ഗൈസ് സോ അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ ഓ മൈ ഗോഡ് ആ ചുമരിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇത് തുറക്കാൻ പറ്റൂല അല്ലേ. ഓക്കെ സോ ഗൈസ് അപ്പോൾ പരിപാടി എളുപ്പമാണ്. ആകെ ചെറുത് മാത്രമേ വർക്കാവുള്ളൂ. ഓക്കെ ഇവിടെ വലിയ അലമാരുണ്ട്, അത് നോക്കി നോക്കാം. അത് ഓക്കെ ഹൈഡിങ് ലൊക്കേഷൻ വേണ്ട. അതെ യെസ് ഗൈസ് ഇതൊരു ഹൈഡിങ് ലൊക്കേഷനാണ്. അപ്പം എന്തായാലും പ്രേതം ഇവിടെ വരുന്നുള്ള കാര്യം ഉറപ്പായി. ഓക്കെ സോ നെക്സ്റ്റ് ലൊക്കേഷൻ. ഓക്കെ സോ ഇവിടെ ഞാൻ കുറച്ചറിയാം ഇവിടെ എന്താ ബ്ലൂ പ്രിൻ്റൊക്കെ കാണുന്നു. ഓക്കെ ഇവിടെ വലിയ ഡെസ്ക്ടോപ്പൊക്കെ ഉണ്ട്. എന്താ അത്. സ്മോൾ ഫൈൻഡ് ദ കില്ലർ. ഓക്കെ മച്ചു അതിനല്ലേ ചേട്ടായി ജീവിച്ചിരിക്കണേ. പിന്നെ അതേ ഒരു മോളെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെയോ കാണാണ്ട്. പിന്നെ ഇവിടെ ഒരു ബായിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ബൈ അരെ ബാബു ബൈ. ഓക്കെ സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തുള്ളത്. പിന്നെ മേലെന്തോ ഒരു കുന്തം കുറേ നേരമായി ഓടിപ്പോകുന്നുണ്ട്. സോ ഗൈസ് ഇനി നമ്മൾ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പോലീസുകാരനെ പോലെ ചിന്തിക്കണം. ഇനി ഒരിക്കലും നമ്മൾ സമയം കളയുന്നത്. നോ ഡിസ്ട്രാക്ഷൻസ്. ഹൈ മോളു. ഓക്കെ സോ നീഡ് നോ ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ സോ അങ്ങനെ നമ്മൾ ഗൈസ് അപ്പോൾ നമുക്ക് ഓക്കെ സോ ഗൈസ് അപ്പം നമുക്ക് ഇവിടെ നിന്ന് കളയാൻ സമയമില്ല ഗൈസ്. സോ ഈ വീട്ടിൽ ഇഷ്ടംപോലെ റൂമുണ്ട്. നമുക്ക് എല്ലാ റൂമും എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ നമുക്ക് ഒന്നുകൂടെ ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ വേറെ വിഷയമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ സോ നമ്മൾ ഡോർ തുറന്ന് പുറത്താണ് ഈ നമ്മുടെ കളികൾ. ഓക്കെ ഇവിടെ ഫടമുണ്ട്. എന്താ പരിപാടി നോക്കട്ടെ. ഓക്കെ എന്താ ബാൽക്കണില്ല വരാന്തയാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എന്തൊക്കെയോ വിഷയമാണല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. കാരണം മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് സുഹൃത്തുക്കളെ, നമ്മൾ പിറകോട്ട് വെക്കരുത്. ആകാശത്തിൻ്റെ മട്ടും ഭാവവും മാറുന്നത് കണ്ടില്ലേ. എന്തോ വലുത് വരാനുണ്ട്. ഇവിടെ എന്താ ചോരയൊക്കെ ഉണ്ടല്ലോ. എന്തോ വിഷയമാണല്ലോ. അതെന്താ അത്. കേക്കൊക്കെ ഉണ്ടല്ലോ. എന്താണ്ട് താഴെ പോയല്ലോ. എന്താ അത്. ക്യാമറയാണോ. ഓക്കെ അത് ക്യാമറ തോന്നുന്നുണ്ട്. അത് എടുക്കാനൊന്നും പറ്റില്ല. ഇവിടെ ലോക്കാണല്ലോ. എന്താ ഇപ്പൊ ഇത്. ഇവിടെ ഫുള്ള് ലോക്കാണല്ലോ. ഫുള്ള് ചോരയും ഒക്കെ. നമുക്ക് തിരിച്ചു പോവാം, വേറെ വഴിയൊന്നുമില്ല. ഇവന്മാര് നമുക്ക് അപ്പുറത്തുള്ള വഴി നിന്നിട്ട് ഇപ്പുറത്തുള്ള വഴി അടച്ചല്ലോ. ഓക്കെ എന്നാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. ഏതോ ഒരു കൊച്ചവിടെ നിൽപ്പുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോ പിടിക്കൂ നമ്മളിപ്പോ അത്. പിടിക്കൂ.
ഏയ് ഒരു സാധനം അങ്ങോട്ട് പോയി മുന്നിൽ കൂടെ. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ എന്തോ ഒരു ചാവി അവിടെ തൂങ്ങി നിൽപ്പുണ്ട്. ഓക്കെ, മാത്രമല്ല അവിടെ ഒരു ഗണ്ണുണ്ട്. ഗണ്ണ് പിന്നെ മേലെ ഈ ചാവി ഉണ്ട്. ഇതെന്താ അത്? ട്രയാങ്കിൾ കീ. ഓക്കെ, നമുക്ക് എന്തായാലും ആവശ്യമായിട്ടുള്ളൊരു കീ ആണിത്. ഓക്കെ, ഇരുന്നോട്ടെ. ഓക്കെ, നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് കേസ്. എന്നാലും ചുണ്ണി പെണ്ണൊക്കെ എന്തിനാ ഒരു പെണ്ണിൻ്റെ തല അങ്ങോട്ട്. ഓക്കെ, അത് ലോക്കായി. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഗതമായി. ഇനി നമുക്ക് ഇവിടെ റൂമുണ്ട്, അതെന്താ തുറന്ന് നോക്കാം. ഓ, അതും ലോക്കാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മുന്നോട്ട് പോയേക്കാം. ഇവിടെ വേറെ കൈസ് ഇനിയാണ് ഇതാണ് നമ്മുടെ എനിക്കൊന്ന് മേലേക്ക് സ്റ്റെയറൊക്കെ കാണാണ്ട് മേലെ. ഇതെന്താ കുത്തി വരഞ്ഞിട്ടേക്കണേ ഫോട്ടോയൊക്കെ. പോലീസ് ലൈൻ ഡു നോട്ട് ക്രോസ്. ഓക്കെ, അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? നമുക്ക് ഇവിടുത്തെ വേറെ മൈ ഗോഡ് ഷോരൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എന്തോ ബുക്ക് ഷെൽഫ് എന്തൊക്കെ കാണാണ്ട്. എനിക്കൊന്ന് ഈ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കളക്ട് ചെയ്യാൻ നോക്കാം നമുക്ക്. ഗൈസ് ഒരു വൃത്തിയായിട്ട് ഒച്ച കേൾക്കണോ നിങ്ങൾ? അതെന്താ? ഈ ലൈറ്റായിരുന്നു, ഈ തൂങ്ങി കളിക്കാൻ ലൈറ്റാണ് ഒച്ചപ്പാടൊക്കെ. ഓരോ സാധനങ്ങൾ. ഓക്കെ, അവിടെ എന്തോ ഡ്രോയിങ് ഉണ്ട് മക്കളെ. ഇതിനകത്തൊന്നും ഒന്നുമില്ല, അവന്മാർ വെറുതെ ഓരോ ഡ്രോയിങ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ റൂമുണ്ട്. ലോക്കാണ് ഇത്. അതും ലോക്കാണ്. സത്യം പറഞ്ഞാൽ എവിടെ നിന്നൊരു തേങ്ങയില്ല. നമ്മൾ വെറുതെ ഇവിടെ നടക്കുക. ആ റൂം ഈ റൂം. ഇതിപ്പോൾ നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെയാണല്ലോ പോകുന്നത്. ഇനിയിപ്പോൾ എവിടെ പോകാനുള്ളത്? ഇവിടെ ഒരു റൂമുണ്ട്. ഇത് അടിപൊളി. അത് തുറക്കാൻ തന്നെ പറ്റൂല. ഓക്കെ, അപ്പോൾ ഗൈസ് ലെറ്റ്സ് ഗോ കമാൺ. നമുക്ക് മേലത്തെ ഫ്ലോറിൽ ഇട്ടുവാം. ഇതാരത്? കുറെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരും കുത്തി വരഞ്ഞിട്ടിരിക്കുകയാണല്ലോ. ഓക്കെ, അതേ ഒരു കുഞ്ഞി പയ്യന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഓ, കുഞ്ഞി പയ്യനെ ഒരു കുത്തിയിട്ടേക്കാണ്. ചുക്കുടുകുടുകുടു മുച്ചുകളെ. അപ്പൊ നമ്മൾ അടുത്ത ലെവലിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ ലെവൽ 2, അതായത് ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഇനി നമ്മൾ മേലത്തെ ലെവലാണ് എക്സ്പ്ലോർ. ഇവിടെ പോകാൻ പറ്റുമല്ലോ. ഇതിപ്പോൾ എന്ത് ചൊപ്പിന് അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ആകെ 4 മുറിയുണ്ട്. അതിലിട്ട് തുറക്കാനും പറ്റൂല, പിന്നെ പിടിക്കാനും പറ്റൂല. ഒരു ക്ലോക്ക് അതും പിടിക്കാൻ പറ്റൂല. ആകെ സീനാണല്ലോ ഇത്. പിന്നെ എന്തിനുണ്ടാക്കി വെച്ചേക്കുക അതൊക്കെ. ഇവിടെ ഒരു ഡോറുണ്ട് 237. ഓക്കെ, ട്രയാങ്കുലർ കീ ഹോൾ. അതങ്ങോട്ട് കുത്തി തുറക്ക് വെച്ചു. യെസ്, 237. അതെന്തോ നമ്പറാവുന്നുണ്ട്. ബാക്കിൽ എന്നിട്ട് ആരോ മുട്ടുന്നുണ്ട്. ഇതെന്താ? ആരാണിത്? എന്താണിത്? ഓക്കെ, ഈ മലമാരെങ്ങനെ മഞ്ഞായിട്ട് മിന്നുന്നുണ്ട്. ഇത് കയറിയൊക്കെ അതിനകത്ത്. നമ്മൾ വിളിച്ചിരുന്നുണ്ട്. എന്താണ് ഇത്? ഏതാണ് ഈ പെണ്ണുങ്ങള്? ഏതാണ് ഈ അമ്മച്ചി? ഇത് എമ്മാരി വലിയ കത്തി അവളെ കയ്യിലുള്ളത്. ഇത് ഇവിടെ ആരാ ഗുണ്ടേ? ഇത് എവിടുത്തെ ഗുണ്ടേത്? അയ്യോ ഗൈസ്, റിട്ടയർ ആയ ഗുണ്ടേ ഗൈസ്. പണ്ട് വലിയ ഗുണ്ടായിരുന്നു, ഇപ്പൊ കത്തിക്കച്ചോടാ. ഗുണ്ടുമണി കത്തികൾ. എല്ലാ ഐറ്റംസും ഗുണ്ട് പോലെ വെട്ടാം. ഇത് വാങ്ങാൻ ഗുണ്ട് എന്ന് കമന്റ് ചെയ്യുക. പോയോ? അയ്യോ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഗൈസ് ഒരു ഗെയിമായത്. ഇപ്പോഴാണ് അങ്ങോട്ട് തീയായത്. ഓക്കെ, ഇവിടെ എന്താ ഉള്ളത്? ക്യാമറ. അയ്യേ ഒരു സിംഗിൾ ഏജന്റ് കാണാൻ പാടില്ലാത്തത് കണ്ടു ഗൈസ്. ഓക്കെ പോയി. ഓക്കെ, സോ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന് 237 ഓർമ്മയില്ല, ആ ഡോർ വഴിയാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ഉള്ളത് വേറെ ഒരു റൂമാണ്. അന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, നമുക്ക് എന്തായാലും കയറി വെക്കാം അങ്ങോട്ട്. ആരാത്? ഏതോ ഒരു മോള് കിടക്കണ്ടല്ലോ. എൻ്റെ മോളാവുന്നുണ്ട്. മോളു കിടന്നോ? അവള് പോയടാ. പെണ്ണില്ലാ ചന്ദനക്കിണ്ണം മുങ്ങി പോയി.